രാജ്യസഭാ സീറ്റിൽ വിട്ടുവീഴ്ചയുമായി CPM രാജ്യസഭാ സീറ്റ് CPIക്കും കേരള കോൺഗ്രസ് എമ്മിനും നൽകി. സ്വന്തം സീറ്റാണ് CPM കേരള കോൺഗ്രസ് എമ്മിന് വിട്ടു നൽകിയത്. MK വിനോദ് ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. വിനോദ്, പതിവില്ലാത്ത രീതിയിലുള്ള ഒരു ഇടപെടലാണ് CPMന്റെ ഭാഗത്ത് നിന്ന് ഈ പ്രശ്ന പരിഹാരത്തിന് ഉണ്ടായിരിക്കുന്നത്. സ്വന്തം സീറ്റ് ഘടകകക്ഷികൾക്ക് വിട്ടു നൽകിയിരിക്കുകയാണ്. തീർച്ചയായും CPMന് വേറെ ഗത്യന്തരമില്ലാത്ത ഒരു സാഹചര്യം, പ്രത്യേകിച്ചും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി ഉണ്ടായ സാഹചര്യത്തിൽ ഇനി ഘടകകക്ഷികളെ പിണക്കിക്കൊണ്ട് മുന്നോട്ട് പോകാനാവില്ല. കാരണം ഇനി വരാൻ പോകുന്നത് തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ്. അതിൽ കൂടി തിരിച്ചടി നേരിട്ടാൽ LDF എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം തന്നെ തകർന്നു പോകും. അതുമാത്രമല്ല, മധ്യ കേരളത്തിൽ സ്വാധീനമുള്ള പാർട്ടിയാണ് കേരള കോൺഗ്രസ് എം. അവരെ പിണക്കുന്നത് അത്ര ഭൂഷണമല്ല എന്ന് പാർട്ടിക്ക് നന്നായി അറിയാം. അതുകൊണ്ടാണ് ഒരു സീറ്റ് മാണി ഗ്രൂപ്പിന് വേണ്ടി CPM വിട്ടു നൽകുന്നത്. ഇതിനു മുമ്പൊന്നും ഇല്ലാത്ത ഒരു നയസമീപനമാണ് CPM ഇക്കാര്യത്തിൽ സ്വീകരിച്ചത്. CPM എല്ലാ ഘടകകക്ഷികളെ അംഗീകരിക്കുന്ന പാർട്ടിയാണ് എന്നാണ് ഈ കാര്യം വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചപ്പോൾ LDF കൺവീനർ EP ജയരാജൻ പറഞ്ഞത്. പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടി, അതുപോലെ തന്നെ തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ്, ഇത് രണ്ടും മുന്നിൽ കണ്ടാണ്, അല്ലെങ്കിൽ ഇത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ അനുഭവം, തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിനെ പറ്റിയുള്ള ഭയം, ഇത് രണ്ടും മൂലമാണ് കേരള കോൺഗ്രസിന് സ്വന്തം സീറ്റ് വിട്ടു നൽകാൻ വേണ്ടി LDFൽ ഇപ്പോൾ ധാരണയായിട്ടുള്ളത്, LDF തീരുമാനിച്ചിട്ടുള്ളത്. പക്ഷേ ഈ സീറ്റിന് വേണ്ടി അവകാശവാദം ഉന്നയിച്ച RJD ശക്തമായ നിലപാടുമായി അവർ പ്രതിഷേധം ഉയർത്തിയിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ ആ പ്രതിഷേധമൊന്നും CPM കണക്കാക്കുന്നില്ല. കാരണം മധ്യ കേരളത്തിൽ സ്വാധീനമുള്ള പാർട്ടി എന്നുള്ള നിലയിലാണ് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന് തങ്ങളുടെ സ്വന്തം സീറ്റ് വിട്ടു നൽകുന്നത്. അങ്ങനെ ആ രണ്ട് സീറ്റിൽ ഒന്ന് CPIക്കും കേരള കോൺഗ്രസ് എമ്മിനുമാണ്. കേരള കോൺഗ്രസിൻ്റെ ഉന്നതാധികാര സമിതി അധികം വൈകാതെ തന്നെ മന്ത്രി റോഷി അഗസ്റ്റിൻ്റെ തിരുവനന്തപുരത്തെ വസതിയിൽ കൂടുകയാണ്. അവിടെ കൂടി അവരുടെ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കാൻ പോകുകയാണ്. സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുക എന്ന് പറഞ്ഞാൽ ജോസ് കെ മാണിയെ തന്നെ രാജ്യസഭാ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കാൻ പോകുന്നു. അത് അല്പം വൈകാതെ തന്നെ അവരുടെ ഉന്നതാധികാര സമിതി ഇപ്പോൾ റോഷി അഗസ്റ്റിൻ്റെ വീട്ടിൽ ചേരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം നോമിനേഷൻ നൽകാനുള്ള തീയതി അവസാനിക്കുന്നത് മറ്റന്നാളാണ്. അതുകൊണ്ട് വളരെ പെട്ടെന്ന് അതിന്മേലുള്ള തീരുമാനം ഉണ്ടാവണം. അപ്പോൾ ഇക്കാര്യത്തിൽ ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാ സംശയങ്ങളും നീങ്ങിയിരിക്കുന്നു. രണ്ട് രാജ്യസഭാ സീറ്റ് LDFന് ലഭിക്കുന്ന രണ്ട് രാജ്യസഭാ സീറ്റിൽ ഒന്ന് CPIക്കും ഒന്ന് കേരള കോൺഗ്രസ് എമ്മിനും, UDFൻ്റെ സീറ്റ് ഒന്ന് മുസ്ലിം ലീഗിനാണ്. അത് അവരുടെ സ്ഥാനാർത്ഥിയും അവർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അങ്ങനെ LDFന് രണ്ട് സീറ്റിലും UDFന് ഒരു സീറ്റിലും വിജയിക്കാൻ കഴിയുന്ന തരത്തിലുള്ള സ്ഥാനാർത്ഥികളാണ് ഉടൻ തന്നെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ പോകുന്നത്. അനു. ശരി വിനോദ്.